ഇപ്പോഴും നേരത്തെ ഒരു സനാതനധർമ്മം മുറുകെ പിടിക്കുന്ന ലക്ഷങ്ങളിൽ ഒന്നോ രണ്ടോ പേരുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് സുരേഷ് ഗോപിയെ പോലെ. ആ പുള്ളിയൊക്കെ യഥാർത്ഥത്തിൽ ഞാൻ കൊല്ലക്കാരനാണ്. പുള്ളി എനിക്ക് നമ്മളെ നാട്ടുകാരനാണല്ലോ. പുള്ളി നല്ല മനുഷ്യനായിരുന്നു. ഈ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് അഹന്ത കൂടി തുടങ്ങിയത്. അത് മാറട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പേർക്കേ ഉള്ളൂ പൂനൂൽ മഹാത്മ്യവും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ. വളരെ വിരളമായിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. മെജോറിറ്റി പീപ്പിളും അങ്ങനെ അല്ല. ഇക്ക പറയുന്നത് ഇപ്പം വേടൻ പറയുന്ന കാര്യങ്ങളൊക്കെയും പഴയ കാര്യങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പക്ഷെ അപ്പോഴും ജാതി മതം എന്ന് പറയുന്ന കാര്യം ഇപ്പോഴും ഒരു വേർതിരിവ് നമുക്ക് കാണാൻ പറ്റില്ലേ? സത്യത്തിൽ അങ്ങനെ ഉണ്ടോ? നമ്മുടെ മനസ്സിലില്ലെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള കേരളത്തിലുള്ളവർ തന്നെ അങ്ങനെ ചിന്തിക്കുന്നവരില്ലേ? അങ്ങനെയാണെങ്കിൽ ആ ചിന്തയുടെ ഭാഗമായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ട്. അവനുമായിട്ട് ഇന്നലെ ഞാൻ സംസാരിച്ച അവൻ പറഞ്ഞാണ്, അവൻ്റെ കൂടെ എഞ്ചിനീയറിങ്ങിൽ TKM എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ഒരു പയ്യൻ. ഇവന് ബെൻസിലാണ് അവിടെ വരുന്നത് കോളേജിൽ. 6 ഫിഷിംഗ് ബോട്ടുണ്ട് അവന്. അത്രയും സെറ്റിൽഡ് ആയിട്ടുള്ള ഒരുത്തനാണ് അവന്. പക്ഷേ എല്ലാ വർഷവും അവിടുന്ന് ഈ ഷെഡ്യൂൾ കാസ്റ്റ് എന്ന രീതിയിൽ 5000 രൂപ വെച്ച് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട് അവന്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് കൊടുക്കുന്നത്? നമ്മൾ ഇതിനൊക്കെ എന്താണ് ഒരു വൈരുദ്ധ്യമുണ്ട് എല്ലാ കാര്യങ്ങളിലും. മനസ്സിലായി? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ ആ പൈസ മേടിക്കുന്നത്? ഇന്ന് നിങ്ങൾ നോക്കിയാൽ ഈ റിസർവേഷൻ അല്ലെങ്കിൽ ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് പറയുന്നവർ പാവങ്ങളായിട്ട് നടക്കുന്നവരൊന്നുമല്ല.